നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് നമ്മുടെ ബുള്ളറ്റ് കുറേ നാളുകൾക്ക് ശേഷം എടുക്കാതിരുന്നതാണ്. എടുക്കാതിരുന്നപ്പോൾ ഒരു പണി കിട്ടി. അതിൻ്റെ ബാറ്ററി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററിക്ക് കുഴപ്പമില്ല. അത് ചാർജ് ചെയ്യാൻ ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാറ്ററി മാറാൻ വേണ്ടി ബാറ്ററി അഴിച്ച് നമ്മൾ ചാർജ് ചെയ്യാൻ കൊടുത്ത സമയത്ത് കണ്ടതാണ്. നിങ്ങളെ കാണിക്കാം. അതിൻ്റെ കവറ് ഇത് ഒരു തവണ നമ്മൾ പുതിയ വണ്ടി വാങ്ങിച്ച സമയത്ത് തന്നെ ഈ കവർ ഇങ്ങനെ പൊളിഞ്ഞളകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വർക്ക്ഷോപ്പിൽ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇത് കമ്പനിയിൽ നിന്ന് ഇവരിതിലെ പ്രൈമർ അടിക്കാതെയാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊള്ളി ഇളകുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഒരു കണക്കിന് ശരിയായിരുന്നത്. ആ പുള്ളി മൊത്തം കംപ്ലീറ്റ് കളഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൈമർ അടിച്ച് ഒരു കോട്ട് അടിച്ചു തന്നു. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ഇതുവരെ ഇളകിയിട്ടില്ലായിരുന്നു. പക്ഷേ എന്നാൽ ചില സൈഡുകളിൽ ആ പ്രൈമർ അടിക്കാത്ത സൈഡിൽ ഇപ്പം അതിങ്ങനെ കോമളയായിട്ട് പുള്ളി ഇളകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ ആ കവർ ഇളക്കി ബാറ്ററി വരുമ്പോഴത്തേന് മുന്നായിട്ട് അത്രയും ഭാഗം ക്ലീൻ ചെയ്തിട്ട് ഇനി അതിൽ ആ ഇളകിയത് മൊത്തം കംപ്ലീറ്റ് ഇളക്കി കളഞ്ഞിട്ട് അവിടെ പ്രൈമർ സെറ്റ് ചെയ്ത് അതിന് ശേഷം മാറ്റ് ബ്ലാക്ക് അടിച്ച് ഫിനിഷ് ചെയ്ത് നമ്മളിത് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഫിറ്റ് ചെയ്ത് നമ്മളിത് റെഡിയാക്കാം. അപ്പോൾ നിങ്ങളുടെ ഉള്ള വണ്ടികളിലെല്ലാം ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ബുള്ളറ്റുള്ളവർക്ക് ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിനുള്ളിൽ. ഇത് ക്വാളിറ്റിയുടെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഉപകാരമായിരുന്നു. അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി എടുക്കാതിരുന്നാൽ ഡെയിലി അല്ല 2 ദിവസം കൂടുമ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് അരമണിക്കൂർ ഓൺ ചെയ്ത് ഇടണമെന്ന്, അല്ലെ 10 മിനിറ്റെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഇടണം എന്ന് ബാറ്ററി കടയിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ബാറ്ററി ഇപ്പോൾ പെർഫെക്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമ്മുടെ കവർ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കവർ എല്ലാം പ്രൈമർ ടച്ച് ചെയ്ത് തന്നു. ബാറ്ററി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റ് ബ്ലാക്ക് കൂടെ അടിച്ചു കഴിഞ്ഞ് ഈ കവറും സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബാറ്ററി ഇൻസ്റ്റലേഷനാണ് ഇനി അടുത്തത്. ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഇവിടെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് എല്ലാം ക്ലീൻ ചെയ്തു. അതിനുശേഷം ബാറ്ററി അതിൻ്റെ ബോക്സിലേക്ക് വെക്കുകയാണ്. ബാറ്ററി അതിൻ്റെ ബോക്സിൽ വെച്ചതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ബെൽറ്റ് ഒരെണ്ണമുണ്ട്, ഇതിവിടെ ലോക്കിലിടണം. ലോക്കിലിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി അത് ചലിക്കത്തില്ല ബാറ്ററി. അതിന് ശേഷം ശകലം വാസലിൻ നമ്മളടുത്ത് രണ്ട് പോയിന്റിലും നമ്മൾ ഇച്ചിരി വാസലിൻ തേച്ച് കൊടുക്കണം, ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം ബാറ്ററിയുടെ ടെർമിനൽ ഫിറ്റ് ചെയ്യണം. ആദ്യം ലൂസായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യും. ചെറിയ ലൈറ്റായിട്ട് ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ നോബ് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ടൈറ്റ് ചെയ്യും. ശേഷം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നല്ലതായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം 2 കവറും അതേ തന്നെ കറക്റ്റായിട്ട് ഇടുക. ഇട്ടിട്ട് വണ്ടി സെൽഫ് അടിച്ച് നോക്കണം ഓക്കെ ആയിട്ടുണ്ടോ. വണ്ടി സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പം ഗെയ്സ് നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്.
എല്ലാം പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഇപ്പം പുതിയ കണ്ടീഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എല്ലാം ആ പൊള്ളലും എല്ലാം മാറ്റി റെഡിയാക്കി ബാറ്ററി എല്ലാം ചാർജ് ചെയ്തെല്ലാം സെറ്റ് ചെയ്തു. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഇനി പെർഫെക്റ്റായി. അപ്പോൾ വണ്ടി എടുക്കാതിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ ഇതിനെ കുറിപ്പിക്കാൻ ചാൻസുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വണ്ടി റൈഡ് ചെയ്യുക. അല്ലാതെ വണ്ടി നിങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി പോകും. എന്തോ ഭാഗ്യത്തിന് നിങ്ങളുടെ ബാറ്ററി പോയില്ല, ചാർജിൽ റെഡിയായി. ഇനി ഞാനെന്നും ദിവസവും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളത് സപ്പോർട്ട് ചെയ്തേക്കണം. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ.